കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? രാവിലെ തന്നെ ഞാൻ നിങ്ങളെ ആകാശം കാണിക്കാമെന്ന് വെച്ച് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഈ കാണുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല മഴയൊക്കെ പെയ്യും, ചൂടിന് കുറച്ചൊക്കെ ആശ്വാസം കിട്ടുമെന്ന് വെച്ചു. ഇവിടുത്തെ ചൂട് ഇപ്പോൾ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 42 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത്. ഞാൻ ഇച്ചിരി കിഴങ്ങ് കൂടുതലായിട്ട് ഇപ്പം വിലക്കുറവാണ് ഇവിടെ, അപ്പോൾ കിഴങ്ങുണ്ട്. പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്നെ ഒന്ന് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കാം. അങ്ങനെ കിഴങ്ങെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3-4 എണ്ണം എടുത്ത് മീഡിയം വലുപ്പത്തിലുള്ളത്. പിന്നെ സവാള ചെറുതായി കട്ട് ചെയ്തതുമാണ്. ഇവിടെ സവാളയ്ക്കുണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില കുറയുന്ന സമയത്ത് കുറച്ച് ചാക്ക് കണക്കിന് 25 കിലോ ഒക്കെ മേടിച്ച് വെക്കും. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു സമയത്ത് മേടിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വിലയായിരിക്കും. 2 കിലോ 100 രൂപയൊക്കെ ആയിരിക്കും. കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും ഒക്കെ ഇട്ട് ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്യണം. പിന്നെ ഇവിടെ കടുക് ഞങ്ങൾ തന്നെ കൃഷി ചെയ്ത കടുകാണ് എടുത്തേക്കുന്നത്. ഇവിടെ പഞ്ചാബ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കടുകൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മുടെ സംഭവമൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ തക്കാളിക്കായി ഇട്ട് കൊടുത്ത്, കിഴങ്ങ് ഇട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് ഇട്ടത് ബാഷാ മസാലയാണ്. പിന്നെ വെള്ളം കുറച്ച് ചേർത്തതിന് ശേഷം അത് കുക്കറിൽ 1-2 വിസിലടിക്കാൻ വേണ്ടി വെച്ച്, കിഴങ്ങിൻ്റെ വേവിനനുസരിച്ചാണ് നമ്മൾ വിസിലടിപ്പിക്കേണ്ടത്. പിന്നെ പത്താഗോബി, അതായത് നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ, അത് വേണം. ക്യാബേജ് ചെറുതായി കട്ട് ചെയ്യണം. ഈ ക്യാബേജും ഇവിടെ പിടിച്ചത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ്, കിഴങ്ങ്, ബ്രക്കോളി അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ സീസണാണ് ഇവിടെ. അങ്ങനെ നമ്മുടെ കുക്കർ അങ്ങനെ 2-3 വിസിലടിച്ച്, പിന്നെ ചെറിയൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കയ്യിലെ വെള്ളം കൊണ്ട് വെള്ളം തെറിച്ചപ്പോൾ ഞാൻ പേടിച്ചു. അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ട് മാറിയത്. അങ്ങനെ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെറിയ കുനുകുന അരി വെച്ചേക്കുന്നുണ്ടല്ലോ, പത്താഗോബി, അതായത് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ വേവിച്ച കിഴങ്ങുണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന ഒരു കറിയാണ് ഇത്. ഈ ബാഷാ മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകവും മസാല ജീരകവും ഉണ്ടെങ്കിൽ അതും, പിന്നെ നമ്മുടെ ഏലയ്ക്കാൻ കൂടി ചതച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആ ബാഷാ മസാലയ്ക്ക് പകരമായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ, ചപ്പാത്തിയോടെ കഴിക്കാൻ ബെസ്റ്റ് കറിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കസൂരി മേത്തി പൗഡർ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കറിയാണ്. ഉണ്ടാക്കി നോക്കണേ.